Hi all, I welcome you all to the third session of quantity surveying. And in the previous session, that is second session, we stopped at a problem, numerical problem, and that was regarding a simple word, and we were asked to take the quantity of various items of work related to that word. And now in the third session, we will go much deeper into the topic and we will deal with the much difficult drawings, and we will have to take the quantities of those drawings. Okay, so we will go into the topic right away, and I hope you are all aware of you are thorough with the topics which I have taken so far. So if in case of any doubts, you can contact me and we will try to clarify the queries and doubts. Okay. സോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റിഗാർഡിങ് ദിസ് സബ്ജക്റ്റ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഒരുപാട് ഗുണമുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ ബിടെക് പഠിച്ചപ്പോൾ ഈ സബ്ജക്റ്റ് കവർ ചെയ്തതാണ്. എന്തായാലും നിങ്ങളുടെ കരിക്കുലത്തിൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റുമാണ്. അപ്പോൾ പഠിച്ച സാഹചര്യവും ഇപ്പോൾ പഠിക്കുന്ന സാഹചര്യവും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അറിയാമല്ലോ നിങ്ങൾക്ക് ഈ കോവിഡ് പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു ഓഫ്ലൈൻ ഡയറക്റ്റ് ക്ലാസ് നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ സെഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ ആസ് യു നോ, നമുക്കിപ്പോൾ ഇവിടെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ ഡയറക്റ്റ് പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ പല പ്ലാൻസ് പല രീതിയിൽ പല ആസ്പെക്റ്റിൽ പല ഒരുപാട് ഡ്രോയിങ്സ് നോക്കി നിങ്ങളെ നേരിട്ട് കാണിച്ച് പഠിപ്പിക്കേണ്ട സബ്ജക്റ്റാണ് ഈ എസ്റ്റിമേഷൻ ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷെ അത് നിലവിൽ നടക്കാത്തത് കൊണ്ട് വി ആർ ട്രൈങ് ഇറ്റ് ടു കണ്ടക്ട് ഇറ്റ് ഇൻ ഓൺലൈൻ മോഡ്. സോ അപ്പോൾ അതിൻ്റേതായ ചില പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാണ് ഈ ഒരു ഐഡിയാസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്റ്റ്ലി. ദയവ് ചെയ്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ എം റെഡി ടു ഹെൽപ്പ് യു. നമ്മൾ കുറച്ച് നാൾ നമ്മൾ പരിചയം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റിഗാർഡിങ് ദി സബ്ജക്റ്റ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ടോപ്പിക്സ് ആയിരിക്കും. തിയറി പോർഷൻസ് ഓൾറെഡി ഇൻ ദ ഫസ്റ്റ് സെഷൻ നമ്മൾ കവർ ചെയ്തു. സോ ഫ്രം this session onwards we are going to deal with much difficult problems. Okay, അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം വരിക, മാക്സിമം എന്നോടൊപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. കാര്യം ഇപ്പം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കത് ലീവ് ചെയ്യാം. അത് ചോദിച്ചില്ലെങ്കിലും പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നാളെ നിങ്ങൾ ജോലിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കണം. ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് എസ്റ്റിമേഷൻ്റെ ബേസിക്സ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഫോർ യുവർ കരിയർ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അത് തന്നെയാണ് നല്ലത്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. So the first topic that we are going to deal today is regarding methods of building estimation. So I know all of you have learned it before in your beta curriculum, and still we will try to refresh it once again. Okay, so whenever we say about whenever we have a discussion regarding building estimation methods, two main methods will come into our mind. The first one is the long wall short wall method, and the second one is center line method. And we will see how these methods work out, and at the end
we will try to analyze which topic or which method is better or which method is easier to do. Okay, so the first method is long wall and short wall method. Okay, for understanding this method, we will take the example of a single room. Our main aim is to take the quantities of various items of work, and here the time being we are considering a closed room with four walls. You can see here. Okay, this is a closed room with the inner dimension 6 meter and 4 meter. Okay, so and the thickness of wall is 30 centimeter. Okay, so in this method, suppose if somebody is asking you to take the brickwork quantity of this room, I just I want you to remember the assignment which I have given you before, to take the quantity of brickworks in your room. Okay, so this is similar to that assignment, and if somebody is asking you to take the quantity of brickwork in your room or in this plan, okay, this suppose this is a plan, somebody is asking to take the quantity of brickwork, how will you calculate? This is the question. Okay, so in long wall short wall method, the method is like this. Just listen. We have a room with dimension 6 meter and 4 meter. So in long wall short wall method, we are separating the walls. Here you can see a longer wall, and here we can see a shorter wall. So we are separating the longer and shorter walls. Fully we are separating. So we can convert this plan to this figure. Okay. So we have separated a longer wall here and a similar longer wall on the bottom side. And similarly, we get two shorter walls here. So the next question is, what is the length of the longer wall? For long wall, what is the length of the longer wall? So for calculating the length, long wall distance will be 6 meter. The inner to inner distance is 6 meter plus 0.3 here. 0.3 30 centimeter means 0.3 plus 0.3. What is this 0.3? Thickness here. Okay, so the total length of the longer wall will be 0.3 plus 6 meter plus 0.3. Okay, similarly, in case of shorter wall, we are considering from this point to this point. Okay, I will try to draw. That is, for shorter wall, we are considering from to this portion only. Okay, and longer wall up to this portion. Okay, so this is shorter wall. So the length of the shorter wall will be the inside dimension itself, 4 meter. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ നമ്മൾ ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ അതിനെ ലോങ് വോൾ ആയിട്ടും ഷോർട്ട് വോൾ ആയിട്ടും വി ആർ സെപ്പറേറ്റിംഗ് ഇറ്റ്. ഓക്കെ, സോ അതിനുശേഷം in order to take the quantity, in order to get the quantity of brickwork, what we should do is we will get that length here, the total length, and multiply it with breadth, that is 30 centimeter, and height will be given in the question, or if it is not given, you can assume it as 3 to 3.5 meter like that. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റി. ഓക്കെ, so this is centerline method, and ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ വി യൂസ് ടു സെപ്പറേറ്റ് ദ വാൾസ് ഇൻ ടു ലോങ് ആൻഡ് ഷോർട്ട് വാൾസ് അല്ലേ. പക്ഷേ ഈ കേസിൽ ഇൻ സെൻട്രലൈൻ മെത്തേഡ് വാട്ട് വി ആർ ഡൂയിങ് ഈസ്, you can see here, you can see a dotted line over here. Okay, so that is a central line passing through the inner portion of this wall. നമ്മുടെ ultimate aim in this regard is to take the quantity of brickwork അല്ലേ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് brickworkന്റെ ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
സോ ഈ കേസിൽ നമുക്ക് വേണ്ടത് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. സോ ലെങ്ത് എങ്ങനെ എടുക്കും? സെൻട്രൽ ലൈൻ മെത്തേഡിൽ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഫസ്റ്റ് വി ഡ്രോ ദ സെൻട്രൽ ലൈൻ ആൻഡ് ടേക്ക് ദ ലെങ്ത് ഓഫ് ദ സെൻട്രൽ ലൈൻ. നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ ലെങ്ത് എടുക്കുന്നു. ദാറ്റ് ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ breadth and height will give the quantity. So ഈ സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ എങ്ങനെ എടുക്കും? സെൻട്രൽ ലൈൻ ലെങ്ത് എടുക്കണമെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഫസ്റ്റ് നമുക്ക് ഈ സെൻറ്റർ ടു ഈ പോർഷനിലെ സെൻട്രൽ ലൈനിലെ ഈ പോർഷൻ്റെ ലെങ്ത് എടുക്കണം. ഫോർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു ഈസ് ദർ ഈസ് 6 meter here, 6 plus 0.3 by 2 plus 0.3 by 2. 0.3 ആണ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത്. സോ അതിൻ്റെ ഹാഫ് ആണ് ഇവിടെ വരുന്നത്, അതിൻ്റെ കൂടെ അതിൻ്റെ ഹാഫ് ഇവിടെയും വരുന്നുണ്ട്. സോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് സെഗ്മെൻറ്റ് വിൽ ബി 6.3. ദാറ്റ് ഈസ് 6 plus 0.3 by 2 plus 0.3 by 2. Similarly, we need to calculate the length of this segment. Okay. So how we will calculate it? Here we can calculate it by adding 4 meter and 0.3 by 2 here and 0.3 by 2 here. So that will constitute 4.3. So ഇതേപോലെ ഇവിടെ ഒരു 4.3 ഉണ്ട്, ഇവിടെ നമുക്ക് 6.3 കിട്ടി. You have a similar 6.3 here also. So ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കിട്ടും. Then this central line length multiplied by width 0.3 meter. This is 30 centimeter, so 0.3 meter, and height will give the quantity. Okay. Okay. You can look the question. So ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് we are asked to take the quantity of 2-room building. ഓക്കെ, 2 റൂംസ് ആണുള്ളത്. 2 റൂമിനകത്ത് 2 റൂമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. സോ വി ഹാവ് ബീൻ ഗിവൺ പ്ലാൻ ആൻഡ് കറസ്പോണ്ടിങ് സെക്ഷൻ. പല പല ഡയമെൻഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഐറ്റംസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എർത്ത് വർക്ക്, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ബ്രിക്ക് വർക്ക് ഇൻ സിമന്റ് മോർട്ടാർ, foundation and plinth, dam proof course, first class brickwork in superstructure. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെ എവിടെ വരുന്നു എന്നുള്ളത് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഐറ്റത്തിൻ്റെ എല്ലാ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നത് ഓരോന്നിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തറവായിരിക്കണം. ഓക്കെ, സോ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലോട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഇവിടം തൊട്ടാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവൽ. ഇത് GL കാണിച്ചിട്ടുണ്ട്. ഇത് ഈ പ്ലാനിൻ്റെ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴോട്ടുള്ള എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി ഒന്ന്. രണ്ടാമത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, അതായത് ഈ പോർഷൻ ലൈം കോൺക്രീറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലൈം കോൺക്രീറ്റ് ഈ പോർഷനിലെ ലൈം കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി. മൂന്നാമത്തേത് ബ്രിക്ക് വർക്ക് ഇൻ സിമന്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്, അതായത് ഫൗണ്ടേഷൻ മണ്ണിനടിയിൽ വരുന്ന ഭാഗം ഫൗണ്ടേഷൻ, ആൻഡ് പ്ലിന്ത് എന്ന് ഉദ്ദേശിക്കുന്ന ബേസ്മെന്റ് ആണ്. ബേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് പോർഷനാണ്? ഇറ്റ്സ് കമ്മിങ് എബവ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് ബിലോ ദ സൂപ്പർ സ്ട്രക്ചർ അല്ലേ. സൂപ്പർ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് അവിടെ വോളിൻ്റെ താഴെയായിട്ടും ഗ്രൗണ്ട് ലെവലിന് കുറച്ച് മുകളിലായിട്ടും വരുന്ന പോർഷനാണ് പ്ലിന്ത്. ബേസ്മെന്റ് നമ്മൾ പറയും. സോ അവിടുത്തെ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി. പിന്നെ ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് എന്തായിരുന്നു? ബേസ്മെന്റിന്റെ ടോപ്പിൽ ബ്രിക്ക് വർക്കിന് ബ്ലോക്ക് വോളിന് താഴെയായിട്ട് വരുന്ന ലെയറാണ്. എന്തായിരുന്നു PPCയുടെ യൂണിറ്റ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. മീറ്റർ സ്ക്വയർ ആണോ മീറ്റർ ക്യൂബ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, സോ ഡാം പ്രൂഫ് കോഴ്സ്. അതിനുശേഷം ബ്രിക്ക് വർക്ക് ക്വാണ്ടിറ്റി, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വോളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി. ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ഡാം പ്രൂഫ് കോഴ്സ് യൂണിറ്റ് എന്താ? ഫൗണ്ടേഷൻ്റെ PCCയുടെ. ഓക്കെ,
ലൈം കോൺക്രീറ്റ് നോട്ട് PCC, ഇറ്റ്സ് ലൈം കോൺക്രീറ്റ് LC. ലൈം കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളത് മനസ്സിൽ വെച്ചേക്കുക. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് അഡീഷണൽ ഡേറ്റ തന്നിട്ടുണ്ട്. ഡോറിൻ്റെ, വിൻഡോയുടെ, ഷെൽഫിൻ്റെ ഒക്കെ ഡയമെൻഷൻ തന്നിരിക്കുകയാണ്. ഡോറിന് ഇവിടെ ശ്രദ്ധിക്കുക, ഡോർസ് എവിടെയൊക്കെയാണ് വരുന്നത്. ഒരു ഡോർ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ഡോറ്. ഓക്കെ, പിന്നെ വിൻഡോ എവിടെ വരുന്നുണ്ട്, 1 2 3 4 1 2 3 4. ഓക്കെ, 4 വിൻഡോ വരുന്നുണ്ട്. അതിനുശേഷം എസ് എന്താണ്, ഷെൽഫ്. ഷെൽഫിൻ്റെ 2 ഷെൽഫ്സ് വരുന്നുണ്ട്. ഓക്കെ, 1 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് മെയിനായിട്ട്. സോ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ വി വിൽ ഡീൽ ദ പ്രോബ്ലം വിത്ത് ബോത്ത് ദ മെത്തേഡ്സ്. അതായത് ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിലും സെൻട്രൽ ലൈൻ മെത്തേഡിലും വി വിൽ ട്രൈ ടു സോൾവ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. നിങ്ങൾക്ക് അവസാനം ഏത് മെത്തേഡാണ് ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ സൊല്യൂഷൻ ഫോമാറ്റ്. ഇതിൻ്റെ ടേബിൾ ഫോമാറ്റ് ഓൾറെഡി പഠിപ്പിച്ചതാണ്. ജസ്റ്റ് നോക്കുക, കോളംസ്, ഐറ്റം നമ്പർ, പർട്ടിക്കുലേഴ്സ്, നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് എക്സ്പ്ലനേഷൻ. സോ ഇവിടെ എക്സ്പ്ലനേഷൻ കോളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മേ ബി ജോബ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആണെങ്കിൽ, ക്വാണ്ടിറ്റി സർവേയർ ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാൽക്കുലേഷൻ ഇതുപോലെ ചെയ്യുമ്പോൾ അന്നേരം എപ്പോഴും എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് അവിടെ ഒരു കമൻറ്റ് ആഡ് ചെയ്ത് വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സലിലാണ് ചെയ്യുന്നത്, എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കരുതുക. എക്സലിൽ എന്തെങ്കിലും ഒരു ഫോർമുല, എന്തെങ്കിലും ഒരു പ്രത്യേക കേസ് ആണെങ്കിൽ നിങ്ങൾ ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കമൻറ്റ് കൂടി ആഡ് ചെയ്തേക്കണം. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച എക്സ്പ്ലനേഷൻ, അത് എങ്ങനെ ഓരോ വാല്യൂ വന്നു എന്നുള്ളത് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അന്നേരം ആ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ കാണും ഇത് ഇന്ന കാര്യം കൊണ്ടാണ്. പക്ഷേ മേ ബി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ആ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ ആ ഷീറ്റ് അല്ലെങ്കിൽ ആ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അന്നേരം അത് ഓർക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോളം എഴുതിയിട്ട് അവിടെ വാല്യൂസ് എങ്ങനെ വന്നു എന്ന് കൂടി എഴുതി വെച്ചാൽ പിന്നീട് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. സോ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ലോങ് വോൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്. നമുക്ക് ഈ ഒരു പ്ലാനിനകത്ത്, ഓക്കെ, പ്ലാൻ ജസ്റ്റ് നോക്കുക. പ്ലാനിനകത്ത് നമുക്ക് 2 റൂംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വോളും മുകളിലത്തെ ആ ഹൊറിസോണ്ടൽ വോളും അതിന് ഇക്വലൻ്റ് ആണ് താഴത്തെ ഹൊറിസോണ്ടൽ വോൾ, അല്ലേ? അതേപോലെ തന്നെയാണ് വെർട്ടിക്കൽ വോൾസ് 3 ഒരേപോലെ ഉണ്ട്. 1 2 3, അല്ലേ? 3 സിമിലർ ആയിട്ടുള്ള വെർട്ടിക്കൽ വോൾസും ഉണ്ട്. സോ നമ്മളിവിടെ ചെയ്യുന്നത്, ദിസ് ഹൊറിസോണ്ടൽ വോൾ, ഈ ഹൊറിസോണ്ടൽ വോളും ബോട്ടത്തിലുള്ള ഹൊറിസോണ്ടൽ വോൾ വി കൺസിഡർ ഇറ്റ് ആസ് ലോങ് വോൾ. ആൻഡ് ഇവിടുത്തെ ചെറിയ വോൾസിനെ ഷോർട്ട് വോൾസ് ആയിട്ട് കരുതും. സോ എത്ര ലോങ് വോൾ ആണുള്ളത്? 2 ലോങ് വോൾ ഉണ്ട്, 3 ഷോർട്ട് വോൾ ഉണ്ട്, ശരിയല്ലേ? സോ അതിനുശേഷം നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഈ ലോങ് വോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞ കാര്യമാണ്. ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ വി സെപ്പറേറ്റ് ദ വോൾസ് ഇൻറ്റു ലോങ് ആൻഡ് ഷോർട്ട് വോൾസ്, അല്ലേ? സോ ആദ്യം നമ്മൾ ലോങ് വോളിനെ സെപ്പറേറ്റ് ചെയ്യുക, അതിൻ്റെ ഡയമെൻഷനും ഷോർട്ട് വോൾ ഡയമെൻഷനും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുന്നു, അതേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു. സോ ഇവിടെ ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ലോങ് വോൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്, അതായത് ഈ ലോങ് വോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എങ്ങനെ എടുക്കും? ഇതെടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, ഇൻസൈഡ് ഡയമെൻഷൻ, 4/6 റൂമിൻ്റെ ഹൊറിസോണ്ടൽ 4ഉം വെർട്ടിക്കൽ 6ഉം, അതേപോലെ 6/6 ആണെങ്കിൽ ഹൊറിസോണ്ടൽ 6 വെർട്ടിക്കൽ 6, അല്ലേ? 6 മീറ്റർ. സോ ഹൊറിസോണ്ടൽ ഈ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറയുന്നത് പറഞ്ഞുതരാം. സോ ഇറ്റ് വിൽ ബി ആദ്യം ദിസ് 4 മീറ്റർ, ഓക്കെ, ദിസ് 4 മീറ്റർ
പ്ലസ് ഇവിടുത്തെ 6 മീറ്റർ, പിന്നെന്താ ഉള്ളത്, പിന്നെ ഇവിടുത്തെ ഒരു wall thickness അല്ലേ, wall thickness ഉണ്ട്, അത് എത്രയാണ് 30. ദാറ്റ് മീൻസ് 4 പ്ലസ് 6 പ്ലസ് 0.3. അത് കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇവിടുത്തെ ലോങ് സെന്റർ, നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ലോങ് വോൾ ആണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്, ശരിയല്ലേ? സോ അതുകൊണ്ട് നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം, എന്താ, ഈ ഇതിന്റെ ഹാഫ് കൂടി കൺസിഡർ ചെയ്യണം. അതേപോലെ ഈ സൈഡിലും ഇതിന്റെ ഹാഫ് കൂടി കൺസിഡർ ചെയ്യണം. സോ ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ലോങ് വോൾ. അത് എത്ര വരും? 4 പ്ലസ് 0. That is 4 plus 0.3 plus 6 plus 0.3 by 2 here, 0.3 by 2 here. Okay. സോ അതാണ് ലോങ് വോളിന്റെ ലെങ്ത്. ഇനി ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ എങ്ങനെയാണ്? ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ എടുക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ഇവിടം വരെയുള്ള ലെങ്ത് അത് എത്രയാണ്? 6 മീറ്റർ അല്ലെ? 6 മീറ്റർ പ്ലസ് പിന്നെ ഇത് ഇവിടെ തൊട്ട് ഇതിന്റെ ഹാഫ് വരെയുള്ള ലെങ്ത്, വോൾ തിക്നെസിന്റെ ഹാഫ്, വോൾ തിക്നെസിന്റെ ഹാഫ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ, ശരിയല്ലേ? സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ നമുക്ക് കിട്ടും. സോ എത്രയൊക്കെയാണ് വാല്യൂ, എത്രയൊക്കെയാണ് വരുന്നത്? സോ വാല്യൂ വരുന്നത് ലോങ് വോളിന്റെ സെന്റർ ടു സെന്റർ എന്ന് പറഞ്ഞ 10.6. ഓക്കെ, അതായത് സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ എന്ന് പറയുന്നത് so the length will be center to center length of long wall is 10.6 meter and center to center length of short wall is 6.3 meter. Okay, 6.3 എങ്ങനെ വന്നു? ഇതിൽ ഇന്നർ 6 meter പ്ലസ് 0.3 by 2 ഇവിടെ, അതേപോലെ 0.3 by 2 ഈ പോർഷനിലും ഉണ്ട്. സോ അങ്ങനെ സെന്റർ ടു സെന്റർ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ അതിനുശേഷം ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കണം. ഓരോ ഐറ്റം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് ക്രിയേറ്റീവ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുകയും കൂടെ വേണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊന്ന് ആലോചിക്കുക. എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എർത്ത് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം അല്ലേ? സോ ലെങ്ത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബ്രെഡ്ത്തും ഹൈറ്റും എത്രയാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രെഡ്ത്ത് എത്രയാണ്? 1 ഇവിടെ തന്നിട്ടുണ്ട്. ശരിക്കും പ്ലാൻ നമുക്ക് കാണുന്ന എന്താണ്, ഏത് പോർഷനാണ് പ്ലാനിൽ കാണുന്നത്? വോളിന്റെ പോർഷൻ, അതായത് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന പോർഷനാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഫൗണ്ടേഷൻ ശരിക്കും പ്ലാനിൽ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇതിന്റെ വോളിന്റെ പുറത്തുകൂടി ഇങ്ങനെയല്ലേ പോകുന്നത് ശരിക്കും ഫൗണ്ടേഷന്റെ വിഡ്ത്ത്? നിങ്ങൾക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിന്റെ താഴോട്ട് ഇങ്ങനെ 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 പോവാണ്, ശരിയല്ലേ? അതുപോലെ അകത്തൂടെ ഇങ്ങനെയാണ് പോകുന്നത് ഫൗണ്ടേഷൻ എടുക്കുന്നത്. സോ ആ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എത്രയാ? വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര വരും? എങ്ങനെ മനസ്സിലാക്കും? ആ വിഡ്ത്ത് എന്ന് പറയുന്നതാണ് ഈ 1.1 ആണ് വിഡ്ത്ത്. ഓക്കെ, സോ
സോ ഇനി ഹൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഹൈറ്റ്, എക്സ്കവേഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ കുഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പോർഷൻ്റെ ഹൈറ്റ് ആണ്. ഇത്രയും ഭാഗം നമുക്ക് കുഴിച്ചെങ്കിൽ മാത്രമേ, മണ്ണിന് ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് കുഴിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഫൗണ്ടേഷന് വേണ്ട മെറ്റീരിയലൊക്കെ കുഴിയിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. സോ ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് വിൽ ബി എത്ര എന്ന് ആലോചിച്ച് നോക്കിയേ. 0.3, ഇവിടെ ഒരു 30 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്, 10 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 30 + 20 50 + 10 60 + 10 70 + 10 80. ഇവിടെ വെച്ച് കഴിഞ്ഞോ? ഇല്ല. പിന്നെ ഈ പോർഷനിൽ ഒരു 20 കൂടിയുണ്ട്. 80 + 20 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ അല്ലേ? 1 മീറ്റർ ആണ് ഹൈറ്റ്. വിഡ്ത്ത് 1.1 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത് ആണ് വേണ്ടത്. ഓക്കെ, ഈ ലെങ്തിൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ പോർഷനിലൊക്കെ ലോങ് ബോളും ഷോർട്ട് ബോളും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ലോങ് ബോൾ നോക്കാം. ലോങ് ബോളിൻ്റെ കേസിൽ എത്ര ലോങ് ബോൾ ആണുള്ളത്? 2 ലോങ് ബോൾ. ഒരു 1 2 2 ലോങ് ബോൾ ഉണ്ട്. ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കണം? ലെങ്ത് ഓഫ് ലോങ് ബോൾ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ലോങ് ബോൾ മൊത്തമായിട്ടും ഷോർട്ട് ബോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം ഈ മെത്തേഡിൽ. സോ അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് ആലോചിക്കണം. ഈ കേസിൽ ലെങ്ത് ഓഫ് ലോങ് ബോൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുക. എക്സ്കവേഷൻ പോകുന്നത് ബ്രിക്ക് വർക്കിന് പുറത്തുകൂടിയാണ്. ഇത് ഞാൻ ഈ വരയ്ക്കുന്ന പടം എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾ ഈ പടം ഒന്ന് നോക്കുക. ഇവിടെ ബ്രിക്കിൻ്റെ പോർഷൻ ആണ് നമുക്ക് പ്ലാനിൽ കാണുന്നത്. അതാണ് ഈ കാണുന്ന പോർഷൻ. ഓക്കെ, സോ ബ്രിക്കിൻ്റെ പോർഷന് പുറത്തൂടെയാണ് ഈ ഫൗണ്ടേഷൻ്റെ പോർഷൻ പോകുന്നത്, ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ പ്ലാനിൽ വരുമ്പോൾ ശരിക്കും ഈ ഒരു ഇത്രയും വിഡ്ത്തിലായിരിക്കും ഫൗണ്ടേഷൻ പോകുന്നത്, ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ലോങ് ബോൾ എടുക്കുമ്പോൾ ഞാൻ അയച്ചല്ലോ. So length of long wall will be എത്രയുണ്ടാവും? ഈ പോർഷൻ തൊട്ട് ഇത്രയും നീളത്തിലായിരിക്കും ലെങ്ത് ഓഫ് ലോങ് വോൾ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നേരത്തെ കണ്ടുപിടിച്ച സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് നമുക്കറിയാം. സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ലോങ് വോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ നമുക്കറിയാം. അതിൻ്റെ കൂടെ ഈ വിഡ്ത്തിൻ്റെ, അതായത് ഫൗണ്ടേഷൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് കൂട്ടണം. ഈ സൈഡിലും കൂട്ടണം, ഈ സൈഡിലും കൂട്ടണം. ദാറ്റ് മീൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ 10.6ൻ്റെ കൂടെ ഫൗണ്ടേഷൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ്. ഓക്കെ, ഫൗണ്ടേഷൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ്, അതായത് 1.1ൻ്റെ ഹാഫ് ഒരു സൈഡിൽ കൂട്ടുക, ഈ സൈഡിൽ 1.1ൻ്റെ ഹാഫ് കൂട്ടുക. ദാറ്റ് മീൻസ് ഈ നെറ്റിൽ ഒരു 1.1 കൂടുതലാവും. അതായത് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് 10.6 plus 1.1/2 here and 1.12/2 here. അപ്പോൾ മൊത്തം എത്രയായി? 10.6 plus 1.1, അതാണ് 11.7. അതിവിടെ എക്സ്പ്ലനേറ്ററി കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഷോർട്ട് വോൾ വരുമ്പോഴോ? ഷോർട്ട് വോൾ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം ടെല്ലു. ഷോർട്ട് വോൾ വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എവിടം തൊട്ട് എവിടം വരെയാ? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എന്ന് പറയുന്നത്, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 6.3 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ലെങ്ത് ഇവിടെ കൺസിഡർ ചെയ്യണ്ട. കാര്യം ഈ കേസിൽ ഇങ്ങനെ പോകും. സോ നമുക്ക് എവിടം തൊട്ട് എവിടം വരെ ഉള്ളത് മതി. ഇതാ ഇത്രയും പോർഷൻ മാത്രം മതി. ഇത്രയും പോർഷൻ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്.
പക്ഷെ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ ടു സെൻറ്റർ പോർഷനിൽ നിന്ന് ഈ വിട്ട് കുറയ്ക്കുക, ഈ സൈഡിലും വിട്ട് കുറയ്ക്കുക. അത് എത്രയാണ് വിട്ട് കുറയ്ക്കേണ്ടത്? 6.3 ആണ് ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതിൽ നിന്ന് 1.1 ആണ് ഈ വിട്ട്. 1.1/2 കുറയ്ക്കുക ഈ സൈഡിൽ, 1.1/2 ഈ സൈഡിൽ കുറയ്ക്കുക. അപ്പോൾ എത്ര നെറ്റ്? 1.1 കുറയും. 6.3യിൽ നിന്ന് 1.1 കുറയുമ്പോൾ 5.2. ഓക്കെ, വിട്ട് 1.1 ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹൈറ്റ് 1 മീറ്റർ. അങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റി കിട്ടിയത്. സോ അതിനുശേഷം ഇനി ഉള്ളത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ്, ഐറ്റം നമ്പർ 2. ഓക്കെ, സോ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷനും എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പാർട്ട് ഫിഗറിൽ എവിടെയാണ് വരുന്നത്? ഈ പോർഷൻ ആണ്. ഓക്കെ, ഈ ഹാച്ച് ചെയ്യപ്പെടുന്ന ഈ പോർഷൻ ആണ് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. സോ ആ പോർഷനിലെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി നമുക്ക് 3 ഡയമെൻഷൻ വീണ്ടും ആവശ്യമാണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. സോ ലെങ്ത് അവിടെ നിൽക്കട്ടെ, ബ്രെഡ്ത്തും ഹൈറ്റും പറ. സോ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.1ഉം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോർഷന്റെ ഹൈറ്റ് അത് 30 സെന്റിമീറ്റർ, അതായത് 0.3. ഇനി ലെങ്ത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ലോങ് വോള് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ലോങ് വോൾ ഇവിടെയുണ്ട്, ഷോർട്ട് വോള് ചെറുതായിട്ട് ഇവിടെയുണ്ട്. സോ ലോങ് വോളിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ലോങ് വോളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ലോങ് വോൾ എത്രയാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്? 10.6. അതിൻ്റെ കൂടെ 10.6 അപ്പോൾ എവിടെ വരെയാണ് വരുന്നത്? 10.6 എന്ന് പറഞ്ഞാൽ ഇതേ ഇത്രയും പോർഷൻ 10.6. അതിൻ്റെ കൂടെ ഈ വിഡ്ത്ത് കൂടി, ഹാഫ് വിഡ്ത്ത് കൂടി ഇവിടെയും വരും, ഇപ്പുറത്തും വരും. ഓക്കെ, സോ അതാണ് ഹാഫ് ലോങ് വോളിന്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? 10.6ന്റെ കൂടെ ഹാഫ് വിഡ്ത്ത് രണ്ട് സൈഡും കൂട്ടുക. അത് എത്രയാണ് വരുന്നത്? നമ്മളിപ്പോൾ ഈ കൺസിഡർ ചെയ്യുന്ന പാർട്ട് ഏതാണോ അതിൻ്റെ ഹാഫ് വിഡ്ത്ത് രണ്ട് സൈഡും കൂട്ടണം. അപ്പോൾ 1.1ന്റെ ഹാഫ് ഈ സൈഡിൽ കൂട്ടുക, 1.1ന്റെ അപ്പുറത്തെ സൈഡിലും കൂട്ടുക. സോ ആ രീതിക്ക് വരുന്ന സമയത്ത് ലെങ്ത് 10.6 പ്ലസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.1 ആണ്. ഓക്കെ, സോ 1.1ന്റെ ഹാഫ് ഈ സൈഡിൽ കൂട്ടുക, ഇപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും 1.1 ഹാഫ്, 1.1ന്റെ ഹാഫ് കൂട്ടുക. അതങ്ങനെയാണ് 10.6 പ്ലസ് 1.1/2 പ്ലസ് 1.1/2, അങ്ങനെ 11.7 വന്നു. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 1.1, ഹൈറ്റ് 30 സെന്റിമീറ്റർ, അതായത് 0.3 മീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കിട്ടും. ഷോർട്ട് വോളിന്റെ കേസ് വരുന്ന സമയത്ത് നേരത്തെ എർത്ത് വർക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ഷോർട്ട് വോൾ നമുക്കറിയാം എത്രയാണ്? 6.3. അതിൽ നിന്ന് ഹാഫ് വിഡ്ത്ത് കുറയ്ക്കുക. ഓക്കെ, ഹാഫ് വിഡ്ത്ത് കുറയ്ക്കുക. കാരണം നമുക്ക് ഇത്രയും പോർഷൻ മതി. ഈ ബ്ലൂ ആയിട്ട് ഹാച്ച് ചെയ്തേക്കുന്ന ഇത്രയും പോർഷന്റെ മതി നമുക്ക്. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഷോർട്ട് വോൾ എന്ന് പറഞ്ഞാൽ ഇത് കടന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ഷോർട്ട് വോൾ. അപ്പോൾ ഷോർട്ട് വോളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? അതിൻ്റെ ക്ലിയർ സ്പാൻ, അതായത് ടോട്ടൽ സെൻറ്റർ ടു സെൻറ്ററിൽ നിന്ന് ഹാഫ് വിഡ്ത്ത് ഈ സൈഡ് കുറയ്ക്കുക, ഹാഫ് വിഡ്ത്ത് ഇപ്പുറത്തും കുറയ്ക്കുക, ഹാഫ് വിഡ്ത്ത് ഇവിടെയും കുറയ്ക്കുക, ഹാഫ് വിഡ്ത്ത് ഈ സൈഡിലും കുറയ്ക്കുക. അങ്ങനെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വോൾ എന്ന് പറഞ്ഞാൽ 6.3 ആണ്. അതിൽ നിന്ന് 1.1/2 ഈ സൈഡിൽ കുറയ്ക്കുന്നു, 1.1/2 ഇപ്പുറത്തെ സൈഡിലും കുറയ്ക്കുന്നു.
സോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.2 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണം, നമ്പേഴ്സ് 2ഉം 3ഉം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുക. ലോങ് വോള് രണ്ടെണ്ണമാണുള്ളത്. ഒരു ലോങ് വോൾ ഇവിടെയുണ്ട്, മൊത്തം ലോങ് വോൾ ഉണ്ട്. ഷോർട്ട് വോള് 1, 2, 3. സോ അതുകൊണ്ടാണ് ഇവിടെ 3 വന്നത്. സോ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷോർട്ട് വോളിൻ്റെ കിട്ടും ക്വാണ്ടിറ്റി. ശ്രദ്ധിക്കുക, ഇവിടെ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എടുത്തപ്പോൾ ലോങ് വോളിൻ്റെ ക്വാണ്ടിറ്റിയും ഷോർട്ട് വോളിൻ്റെ ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സം ചെയ്തിട്ടുണ്ട് 42.9. അതാണ് ടോട്ടൽ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി. അതേപോലെ ലൈം കോൺക്രീറ്റിൻ്റെ കേസിലും ഇവിടെ കിട്ടിയ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് 12.87 എന്ന് കിട്ടിയത്. അതാണ് ലൈം കോൺക്രീറ്റിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി. സോ അതിനുശേഷം വരുന്ന പാർട്ടാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. ഐറ്റം ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് അല്ലേ. 1:6 സിമെന്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഈ പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ കഴിയും. ഈ ഫൗണ്ടേഷൻ പാർട്ട് ലൈം കോൺക്രീറ്റിന്റെ മുകളിൽ വരുന്ന സ്റ്റെപ്പായിട്ട് വരുന്ന പോർഷൻ അപ് ടു ഈ പ്ലിന്ത് വരെ ഉള്ള പോർഷനാണ് ഈ ഐറ്റം നമ്പർ 3 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ കേസിലും ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ലോങ് വോൾ കൺസിഡർ ചെയ്യും. ലോങ് വോൾ കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 80 ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കാണിച്ച് 80 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ബോട്ടത്തിലുള്ള പോർഷൻ. ഓക്കെ, ഏറ്റവും ബോട്ടത്തിലുള്ള സ്റ്റെപ്പാണ് ഈ പോർഷനാണ്. സോ ആ പോർഷൻ വിഡ്ത്ത് 80. സോ എത്രയായിരിക്കും അതിൻ്റെ ആ പോർഷൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആദ്യം ലോങ് വോൾ കൺസിഡർ ചെയ്യുന്നു. ലോങ് വോൾ ആദ്യം കൺസിഡർ ചെയ്യാണ്. ലോങ് വോളിൻ്റെ ഫസ്റ്റ് ഫൂട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് അതിൻ്റെ ഏത് പാർട്ടാണോ കൺസിഡർ ചെയ്യുന്നത് ആ പാർട്ടിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് രണ്ട് സൈഡും കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ആ സ്റ്റെപ്പാണ്. ഓക്കെ, ആ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പോൾ നമ്മൾ ആ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ആ പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലോങ് വോളിൻ്റെ ലെങ്ത് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് ഹാഫ് വിഡ്ത്ത് ഒരു സൈഡ്, ഹാഫ് വിഡ്ത്ത് മറ്റേ സൈഡ്. ദാറ്റ് മീൻസ് 10.6ൻ്റെ കൂടെ 80യുടെ പകുതി ഒരു സൈഡിലും 80യുടെ പകുതി മറ്റേ സൈഡിലും. 80 ഞാൻ ഉദ്ദേശിച്ചത് 80 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് 11.4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 11.4 വന്നത്. വിഡ്ത്ത് എത്രയാണ്? 0.8. ഹൈറ്റ് എത്രയാണ്? 0.2. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 0.2 ആണ് ആ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് വരുമ്പോൾ സെക്കൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 0.7 ആണ്. ഇവിടെ 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിഡ്ത്ത് 0.7. സോ 0.7 ആകുമ്പോഴത്തേക്ക് ലെങ്ത് ഓഫ് ലോങ് വോൾ എത്രയാണ്? ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറഞ്ഞത് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ലോങ് വോൾ 10.6. അതിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് 70 സെൻറ്റിമീറ്റർ ആണ് പാർട്ടിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതി രണ്ട് സൈഡും കൂട്ടുക. അതായത് എത്ര വരും? 70യുടെ പകുതി ഒരു സൈഡിലും 70യുടെ പകുതി മറ്റേ സൈഡിലും. അപ്പോൾ നെറ്റ് 70 കൂടും. ഓക്കെ, സോ അതാണ് ഇവിടെ 11.3 എന്ന് വന്നത്. അതായത് 10.6ൻ്റെ കൂടെ 0.7 മീറ്റർ കൂടെ ആഡ് ചെയ്ത് 11.3 മീറ്റർ. വിഡ്ത്ത് 0.7, ഹൈറ്റ് 0.1. ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് 0.1 എന്ന് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ 0.1 മീറ്ററിന് വന്നത്. ഇനി തേർഡ് ഫൂട്ടിംഗ് ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ 11.2 മീറ്റർ. ഫോർത്ത് ഫൂട്ടിംഗ് വരുമ്പോൾ 11.1 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം നമ്പേഴ്സ് നോക്കുക, രണ്ടാണ്. കാര്യം ലോങ് വോള് കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ എത്രയാണ്? ഒരു ലോങ് വോൾ ഇവിടെ ഉണ്ട്, ഇതേപോലെ ഒരു ലോങ് വോൾ താഴെയുണ്ട്, ശരിയല്ലേ? സോ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഷോർട്ട് വോളിൻ്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഷോർട്ട് വോളിൻ്റെ കേസ് ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ,
ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർക്കുക, ലോങ് വോളിന്റെ ലെങ്ത് എടുക്കുമ്പോൾ സെന്റർ ടു സെന്റർ ഓഫ് ലോങ് വോൾ പ്ലസ് വിഡ്ത്ത്, രണ്ട് സൈഡും വിഡ്ത്തിന്റെ ഹാഫ് കൂട്ടുക. ഷോർട്ട് വോൾ വരുമ്പോൾ സെന്റർ ടു സെന്റർ ഓഫ് ഷോർട്ട് വോൾ, അതിൽ നിന്ന് വിഡ്ത്തിന്റെ പകുതി രണ്ട് സൈഡും കുറയ്ക്കുക. ഓക്കെ, ലോങ് വോൾ ആകുമ്പോൾ വിഡ്ത്തിന്റെ പകുതി കൂട്ടുക, ഷോർട്ട് വോൾ ആകുമ്പോൾ വിഡ്ത്തിന്റെ ലെങ്ത് വിഡ്ത്തിന്റെ പകുതി രണ്ട് സൈഡും കുറയ്ക്കുക. ഓക്കെ, സോ ആ രീതിക്ക് ആലോചിക്കാം. സോ ഷോർട്ട് വോളിന്റെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഷോർട്ട് വോളിന്റെ ഫസ്റ്റ് ഫൂട്ടിങ് എങ്ങനെയാണ് ഈ 5.5 മീറ്റർ വന്നത്? 5.5 മീറ്റർ എങ്ങനെ വന്നു? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ പറയാം. സെന്റർ ടു സെന്റർ ഓഫ് ഷോർട്ട് വോൾ എന്ന് പറഞ്ഞാൽ 6.3 ആണ്. ആ 6.3യിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് പോർഷനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പോർഷന്റെ വിഡ്ത്തിന്റെ പകുതി രണ്ട് സൈഡും കുറയ്ക്കണം ഷോർട്ട് വോൾ ആണെങ്കിൽ. സോ 6.3യിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷന്റെ വിഡ്ത്ത് എത്രയാണ്? 80 ആണ് അല്ലേ? ഏറ്റവും താഴത്തെ ഫൂട്ടിംഗ് ആണ് 80 വിഡ്ത്തുള്ള പോർഷൻ. സോ 80യുടെ പകുതി 40 ഒരു സൈഡിൽ കുറയ്ക്കുക, 40 മറ്റേ സൈഡിൽ കുറയ്ക്കുക. ഓക്കെ, സോ അപ്പൊ നെറ്റ് 0.8 ആയിരിക്കും കുറയുന്നത്. ദാറ്റ് മീൻസ് 6.3യിൽ നിന്ന് 0.8 കുറച്ച് നമുക്കിവിടെ 5.5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. വിഡ്ത്തും ഹൈറ്റും എത്രയായിരിക്കും? നമ്മൾ ഏത് പോർഷനാണ് കൺസിഡർ ചെയ്യുന്നത്? 80 സെന്റിമീറ്റർ വിഡ്ത്തുള്ള പോർഷൻ. സോ വിഡ്ത്ത് 0.8 ആണ്, ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 0.2. ഇതേ രീതിയിൽ സെക്കൻഡ് ഫൂട്ടിങ്ങും തേർഡ് ഫൂട്ടിങ്ങും ഫോർത്ത് ഫൂട്ടിങ്ങും കാണണം. ഇതിന്റെ കൂട്ടത്തിൽ പ്ലിന്ത് വോളും വരുന്നുണ്ട്. പ്ലിന്ത് വോളിന്റെ സെയിം രീതി തന്നെയാണ്. പ്ലിന്ത് വോൾ വരുമ്പോൾ വിഡ്ത്ത് 40 എടുക്കുക, ഹൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഹൈറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ആ രീതിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ബാക്കി തേർഡ് ഫൂട്ടിംഗ്, ഫോർത്ത് ഫൂട്ടിംഗ്, പ്ലിന്ത് വോൾ അബവ് ഫൂട്ടിംഗ്, ഷോർട്ട് വോളിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 26.1 ക്യൂബിക് മീറ്റർ ആണ് നമുക്കുള്ള ബ്രിക്ക് വർക്ക് ക്വാണ്ടിറ്റി ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ആണ്. ഓക്കെ, അതായത് ഈ പോർഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് വർക്കിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് 26.1 ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നാലാമത്തെ ഐറ്റമാണ് ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ യൂണിറ്റ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. എന്താണ് യൂണിറ്റ്? ഡാം പ്രൂഫ് കോഴ്സിന്റെ സ്ക്വയർ മീറ്റർ ആണ്, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ്. സോ അതിനുവേണ്ടി സ്ക്വയർ മീറ്റർ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് മെഷർമെന്റ്സ്, ഐ മീൻ രണ്ട് ഡയമെൻഷൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഏതൊക്കെയാണ്? ഡാം പ്രൂഫ് കോഴ്സിന്റെ കേസിൽ ഡാം പ്രൂഫ് കോഴ്സ് എന്നുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു പോർഷനാണ്. ജസ്റ്റ് ഒരു ഈ പോർഷനിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ പോർഷനിൽ വരുന്ന. സോ 2 സെന്റിമീറ്റർ DPC ഇവിടെ കാണിച്ചിരിക്കുകയാണ്. സോ അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് ഡയമെൻഷൻ, ഒന്ന് ലെങ്തും രണ്ടാമത്തേത് വിഡ്ത്തും ആണ്. നമുക്ക് അവിടെ ഹൈറ്റിന്റെ ആവശ്യം വരുന്നില്ല. സോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോങ് വോൾ ഷോർട്ട് വോൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ലോങ് വോളിന്റെ കേസ് ആദ്യം നമുക്ക് നോക്കാം. DPCയുടെ കേസ്, DPC എന്ന് പറഞ്ഞാൽ ഡാം പ്രൂഫ് കോഴ്സ് ആണ്. സോ DPCയുടെ കേസിൽ ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 11 എന്ന് എഴുതിയിരിക്കുന്നു. അത് എങ്ങനെ കിട്ടി? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DPCയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഇവിടെ കാണാൻ പറ്റും വിഡ്ത്ത് 40 സെന്റിമീറ്റർ ആണ്. ആ സമയത്ത് നമ്മൾ ഏത് പോർഷനാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോർഷന്റെ ആ വിഡ്ത്തിന്റെ ഹാഫ് സെന്റർ ടു സെന്റർ ലെങ്ത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. ഏത് കേസിൽ? ലോങ് വോൾ ആണെങ്കിൽ. ഷോർട്ട് വോൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? സെന്റർ ടു സെന്റർ ഓഫ് ഷോർട്ട് വോളിന്റെ അതിൽ നിന്ന് ആ ഏത് പോർഷനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ വിഡ്ത്ത് രണ്ട് സൈഡിലും അതിന്റെ പകുതി കുറയ്ക്കണം. ഓക്കെ, സോ ഈ കേസിൽ നിങ്ങൾ നോക്കിയേ, ലോങ് വോളിന്റെ സെന്റർ ടു സെന്റർ ഓഫ് ലോങ് വോൾ എത്രയായിരുന്നു? 10.6 ആണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ് അല്ലെ? 10.6ന്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷൻ DPCയുടെ വിഡ്ത്ത് 40 സെന്റിമീറ്റർ, അതായത് 0.4 മീറ്റർ ആണ്.
സോ 0.4 മീറ്ററിൻ്റെ പകുതി 0.2 മീറ്റർ ഒരു സൈഡിൽ കൂട്ടണം, 0.2 വേറെ സൈഡിൽ അടുത്ത സൈഡിലും കൂട്ടണം. ജസ്റ്റ് ഫിഗറിലൂടെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഡി പി സി എന്ന് കരുതുക. സോ ആ ഡി പി സിയുടെ കേസിൽ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 10.6 ആണെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ എവിടെ വരെ ആയിരിക്കും വരുന്നത്? ഇതിൻ്റെ സെൻറ്റർ വരെ സെൻറ്റർ ടു സെൻറ്റർ വരത്തുള്ളൂ അല്ലേ? ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇവിടെ വരെയാണ് വരുന്നത്. സോ അതിൻ്റെ കൂടെ ഏത് പോർഷനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡി പി സിയുടെ വിഡ്ത്തിൻ്റെ ഒരു ഹാഫ് കൂടി ഇവിടോട്ട് ആഡ് ആവും. രണ്ട് സൈഡും വിഡ്ത്തിൻ്റെ ഹാഫ് ഇങ്ങോട്ട് ആഡ് ആവും അല്ലേ? സോ അത് രണ്ടും കൂടെ ആഡ് ആകുമ്പോഴത്തേക്ക് 10.6ൻ്റെ കൂടെ 0.54 കൂടെ വരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 11 എന്നുള്ളൊരു വാല്യൂയിലേക്ക് എത്തിയത്. ഓക്കെ, സോ അതിനുശേഷം ഷോർട്ട് വോൾ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഷോർട്ട് വോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 6.3 ആണ് അല്ലേ? അതിൽ നിന്ന് വിഡ്ത്തിൻ്റെ പകുതി രണ്ട് സൈഡും കുറയ്ക്കുക. സോ ആ കേസിൽ 6.3യിൽ നിന്ന് 0.4ൻ്റെ പകുതി, അതായത് 0.2 ഒരു സൈഡിലും 0.2 മറ്റേ സൈഡിലും കുറയ്ക്കുക. ഒരു സൈഡിലും ഈ സൈഡിൽ 0.4 കുറയ്ക്കുക, ഈ സൈഡിൽ 0.4ൻ്റെ ഹാഫ് ആണ് കേട്ടോ, രണ്ട് സൈഡിലും കുറയ്ക്കുക. അങ്ങനെയാണ് 6.3 മൈനസ് 0.4 വന്നപ്പോഴാണ് 5.9 വന്നത്. ഇനി വിഡ്ത്തിൻ്റെ കോളത്തിൽ അല്ലെങ്കിൽ ബ്രെഡ്ത്തിൻ്റെ കോളത്തിൽ 0.4 നമ്മൾ എഴുതുകയാണ്. കാര്യം ഡി പി സിയുടെ വിഡ്ത്ത് 0.4 ആണ്. പക്ഷെ ഹൈറ്റിൻ്റെ കേസിൽ നമ്മളൊന്നും എഴുതുന്നില്ല, കാര്യം നമുക്ക് 2 ഡയമെൻഷൻ മതി ഡി പി സിയുടെ കേസിൽ അല്ലേ? കാര്യം സ്ക്വയർ മീറ്ററിലാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് 2 ഡയമെൻഷൻ മതി. അങ്ങനെ അത് രണ്ടും കൂടെ ഇവിടെ നമ്പർ ലോങ് വോളിൻ്റെ കേസിൽ 2 എണ്ണമാണുള്ളത്. ഒരു ലോങ് വോൾ ഇവിടെ ലോങ് വോൾ, അതുകൊണ്ട് 2 എന്ന് എഴുതുന്നു. സോ അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ എഴുതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ഒരു പോർഷൻ ഡിഡക്റ്റ് ചെയ്യണം. ആ ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ് ഡിഡക്റ്റ് ഡോർസിൽ. ഇവിടെ നമുക്ക് 2 ഡോർ വരുന്നുണ്ട് അല്ലേ? ഡോറിൻ്റെ പോർഷനിൽ ഡി പി സി യൂസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ആ പോർഷനിൽ നമ്മളങ്ങ് ഒഴിവാക്കുകയാണ് ഡി പി സി. അപ്പം അവിടുത്തെ ഏരിയ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത ആ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഡോറിൻ്റെ പോർഷൻ നമ്മൾ കുറയ്ക്കണം. എങ്ങനെയാണ്? ഡോറിൻ്റെ ലെങ്ത് ഈ ഒരു, അതായത് ഡോറിൻ്റെ കുറയ്ക്കുന്നത് പറയാം. ഇതുപോലെ അടുത്ത ഡോറിൻ്റെയും ഏരിയ കുറയ്ക്കണം. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കും? ഈ ലെങ്ത് അത് എത്രയാണ്? 1.1 മൾട്ടിപ്ലൈ ബൈ ഈ വിഡ്ത്ത്, അത് 0.4. സോ ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോറിൻ്റെ അടിയിൽ വരുന്ന ആ പോർഷനിലെ ഡി പി സി നമ്മൾ ഡിഡക്റ്റ് ചെയ്യാം. കാര്യം അവിടെ ഡി പി സി യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയും ഐറ്റം നമ്പർ 5 ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അത് പറയുന്നത് സൂപ്പർ സ്ട്രക്ചറിൽ, അതായത് നമ്മൾ ഈ ഭിത്തി, നമ്മൾ പുറത്ത് കാണുന്ന ഭിത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് വർക്ക് ക്വാണ്ടിറ്റിയാണ്. അതെങ്ങനെ? ഈ സെയിം രീതി തന്നെയാണ്. സെൻറ്റർ ടു സെൻറ്റർ ലെങ്തിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിൻ്റെ, ലോങ് വോളിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്ന പാർട്ടിൻ്റെ വിഡ്ത്ത് രണ്ട് സൈഡും കൂട്ടുക. ഷോർട്ട് വോളിൻ്റെ കേസിൽ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ഷോർട്ട് വോളിൽ നിന്ന് രണ്ട് സൈഡും കുറയ്ക്കുക. ഓക്കെ, സോ ഈ കേസിൽ നിങ്ങൾ നോക്കിയേ, ബ്രിക്ക് വർക്കിൻ്റെ ലോങ് വോൾ ഡിസ്റ്റൻസ് 10.9 കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് 10.9 വന്നത്? സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ലോങ് വോൾ 10.6, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.3. അപ്പോൾ 0.3യുടെ പകുതി ഒരു രണ്ട് സൈഡിലും കൂട്ടണം. ഓക്കെ, അതായത് 10.6ൻ്റെ കൂടെ 0.15 ഒരു സൈഡിൽ കൂട്ടണം, 0.15 മറ്റേ സൈഡിലും കൂട്ടണം. അങ്ങനെ 10.9 ലെങ്ത്. വിഡ്ത്ത് എത്രയാണ്? അതിവിടെ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ്, നമുക്ക് പ്ലാനിൽ നിന്നും അറിയാൻ പറ്റും, സെക്ഷനിൽ നിന്നും അറിയാൻ പറ്റും, 30 സെൻറ്റിമീറ്റർ ആണ്. സോ അങ്ങനെ വിഡ്ത്ത് കിട്ടി. ഹൈറ്റ് നമുക്കിവിടെ 4.2 ഹൈറ്റ് വന്നിട്ടുണ്ട്. അത് ഇവിടെ ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 4.2 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് വർക്കിൻ്റെ ഹൈറ്റ്.
സോ അങ്ങനെ 3 ഡയമെൻഷനും കിട്ടി. ആ രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഇനി ഇതേ രീതിയിൽ ഷോർട്ട് വോൾ വരുമ്പോൾ സെൻറ്റർ ടു സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ബ്രിക്ക് വർക്കിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് രണ്ട് സൈഡും കുറയ്ക്കുക. അങ്ങനെ നമുക്ക് 6.3യിൽ നിന്നും 0.15 ഒരു സൈഡിലും 0.15 സെക്കൻഡ് സൈഡിൽ നിന്നും കുറച്ചിട്ടാണ് നമുക്കിവിടെ 6 എന്നൊരു വാല്യൂവിലേക്ക് എത്തിയത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഡിഡക്ഷൻ വരുന്നുണ്ട്. ഡിഡക്ഷൻ നമ്മൾ എവിടെയൊക്കെ നിങ്ങൾ ഇത്രയും ആലോചിക്കുക. എനിക്കറിയാം നിങ്ങൾ അത്യാവശ്യം അസൈൻമെന്റ് ചെയ്തപ്പോൾ കൂടുതൽ പേരും കറക്റ്റായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് അവെയർ ആണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും പറയാം. ഡിഡക്ഷൻ വരുന്ന സമയത്ത് എവിടെയെല്ലാം ഓപ്പണിങ് വരുന്നുണ്ടോ, അതായത് എവിടെയൊക്കെ ബ്രിക്ക് വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ലയോ അവിടെയെല്ലാം ഡിഡക്ഷൻ ഉണ്ടാവണം. സോ ഇവിടെ ഡോർ ഓപ്പണിങ്, ഡോറിൻ്റെ 2 ഡോർ വരുന്നുണ്ട്. സോ 2 ഡോറിൽ വരുന്ന ആ ഒരു സ്പേസ് ഫുള്ള് വോളിയത്തിൽ തന്നെ കുറയ്ക്കുക. കാര്യം ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ് വോളിയമാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഡോർ ഓപ്പണിങ് 2 ഡോറാണ്, അതുകൊണ്ട് നമ്പർ 2 എന്ന് എഴുതിയേക്കുന്നത്. ഡോറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 1.2 ആണ്. ആ വിഡ്ത്ത് 0.3. കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷനിലുള്ള കുറവാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വിഡ്ത്ത് 0.3 ആണ്, അതുകൊണ്ട് 0.3. ഹൈറ്റ് 2.1. ഡോറിൻ്റെ ഹൈറ്റ് ആണ് 2.1 മീറ്റർ. 2.1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഫീറ്റ് ആണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതേപോലെ വിൻഡോ ഓപ്പണിംഗ് 4 വിൻഡോ ഉണ്ട്. വിൻഡോയുടെ ഡയമെൻഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് 1/1.5. ബ്രെഡ്ത്ത് വരുമ്പോൾ 0.3 വരും. ഷെൽഫ് 2 എണ്ണം കുറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഷെൽഫിൻ്റെ കേസിൽ ഫുൾ വിഡ്ത്ത് എടുക്കണ്ട. എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. 1/1.5 എന്നാണ് ഷെൽഫ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പക്ഷെ ആ വിഡ്ത്ത് നമുക്ക് അറിയണം. വിഡ്ത്ത് നമ്മൾ എന്തുകൊണ്ട് 0.3 എടുത്തില്ല? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയുടെ അകത്തോട്ട് ഒരു സ്പേസ് ആണ് ഈ ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ വിഡ്ത്തിൽ നമുക്ക് ആ ഒരു കട്ടിങ് വേണ്ടി വരില്ല, ശരിയല്ലേ? ഒരു 10 സെൻറ്റിമീറ്റർ ബാക്കി നിർത്തിയിട്ടായിരിക്കും ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരുടെയും വീടുകളിൽ ഷെൽഫ് ഉണ്ടെന്നറിയാം. സോ അത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. സോ ഷെൽഫിൻ്റെ കേസിൽ 0.2 ആണ് വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 0.3 കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഷെൽഫിൻ്റെ ക്വാണ്ടിറ്റി. പിന്നീട് നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കുന്ന ലിൻഡൽസ് ആണ്. ലിൻഡൽ എന്ന് പറയുമ്പോൾ ഡോറിൻ്റെയും ലിൻഡൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ മുകളിൽ വരുന്ന ഒരു ബീം പോർഷൻ. സോ അവിടെ നമുക്ക് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ RB എന്ന് പറഞ്ഞിട്ടുണ്ട്, റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കാണ്, നോർമൽ ബ്രിക്ക് വർക്ക് അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡിഡക്ഷൻ ആവശ്യമാണ്. സോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഡോറിൻ്റെ കേസിൽ ലിൻഡൽ ഓവർ ഡോഴ്സ് നമുക്ക് അതിൻ്റെ ആ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ 1.5 എന്നൊരു വാല്യൂ ഇവിടെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് 1.5 വന്നത്? കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത് ഡോർ ആണെങ്കിൽ, ഓക്കെ, ഇതൊരു ഡോർ ആണെങ്കിൽ ഡോറിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു പോർഷനാണ് ഈ ലിൻഡൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? സോ ഡോറിൻ്റെ ഈ ലെങ്ത് കഴിഞ്ഞ് 2 സൈഡിലോട്ടും എക്സ്ട്രാ ഒരു പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ലിൻഡലിൻ്റെ ഡയമെൻഷൻ എടുക്കാൻ. അതായത് ഡോറിൻ്റെ 2 ഇത്രയും വരുന്ന വിട്ട് കഴിഞ്ഞിട്ട് 2 സൈഡും വരുന്ന എക്സ്ട്രാ നമ്മൾ ബെയറിംഗ് എന്നാണ് പറയുന്നത്. സോ ബെയറിംഗ് കൂടെ കൺസിഡർ ചെയ്തിട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ബെയറിംഗ് 15 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. അതായത് ഡോറിൻ്റെ 2 സൈഡിലേക്കും പുറത്തോട്ട് നിൽക്കുന്ന പോർഷൻ. സോ അങ്ങനെ മൊത്തം ലെങ്ത് 1.5ലേക്ക് വരികയാണ്. അതായത് 1.2 പ്ലസ് ഒരു സൈഡിൽ 15, 0.15, മറ്റേ സൈഡിൽ 0.15. അങ്ങനെയാണ് 1.5 വന്നത്. ബ്രെഡ്ത്ത് വീണ്ടും 0.3, ഹൈറ്റ് 0.15. ഓക്കെ, പറഞ്ഞ ലിൻഡലിൻ്റെ ഹൈറ്റ്
പറഞ്ഞ ഡെൽറ്റ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡോറിന്റെ മുകളിൽ നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് ഡോറിന്റെ മുകളിൽ നിൽക്കുന്നതെങ്കിൽ, ഇത് ഡോറിന്റെ മുകളിൽ നിൽക്കുന്നതെങ്കിൽ ഈ ഹൈറ്റ് ആണ്, ഈ കാണുന്ന ഹൈറ്റ് ആണ് ഇത് 0.15. അതേപോലെ തന്നെ ലിൻഡൽ ഓവർ വിൻഡോസ് ആൻഡ് ലിൻഡൽ ഓവർ ഷെൽഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാണുന്ന ഡിഡക്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം? ഈ കിട്ടിയേക്കുന്ന 50.15 നിന്ന് കുറച്ചിട്ട് നെറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, സോ ക്വാണ്ടിറ്റി ടേക്ക് ഈ എടുത്ത 5 ഐറ്റംസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതേ പ്രോബ്ലം തന്നെ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഒന്ന് ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം തന്നെ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് പ്രകാരം എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ ആദ്യം തരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഫോർ ദാറ്റ് നിങ്ങൾ പ്ലാനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന പ്ലാനല്ല, ജസ്റ്റ് ഇവിടോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതേ കാണിച്ചിരിക്കുന്ന പ്ലാനിന്റെ വേറൊരു ഫോമിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഓരോ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സെൻട്രൽ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ദാറ്റ് വിൽ മൾട്ടിപ്ലൈഡ് ബൈ breadth and height will give the quantity. Okay, so സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നോക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക, ഒരു കോർണറിൽ തുടങ്ങുക. ഓക്കെ, ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എടുത്തു. അതിനുശേഷം ഈ ഹൊറിസോണ്ടൽ ലെങ്ത് എടുത്തു, പിന്നെ ഈ ഹൊറിസോണ്ടൽ ലെങ്തും എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ ഔട്ടർ വോളിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ പെൻഡിങ് ഉള്ളത്? ഈ ഇന്നർ വോളിന്റെ അകത്തൊരു വോൾ ഉണ്ട് അല്ലേ, അതായത് ഈ പോർഷനിൽ ഉള്ള ഈ വോള് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ വോള്. അപ്പം ഈ അകത്തെ വോളിന്റെ ലെങ്ത് കൂടി നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് കൂടി നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരുന്ന റെഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്ന അത്രയും പോർഷൻസിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ലെങ്ത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സെൻട്രൽ ലൈൻ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഹാച്ച് ചെയ്തേക്കുന്ന പോർഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ രണ്ട് സൈഡിൽ ഹാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് രീതിയിൽ 2 തവണ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ ആ പോർഷൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ ആദ്യം ഈ സൈഡിലത്തെ സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്തപ്പോൾ ഈ പോർഷൻ, സപ്പോസ് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്ന് ഒന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സപ്പോസ് നമ്മളിപ്പോൾ നടുക്കലത്തെ വോൾ കൺസിഡർ ചെയ്യണ്ട, അല്ല ഒന്ന് ആലോചിച്ച് ഈ ഔട്ടർ വോൾ നമ്മൾ എടുത്തിട്ട് ചെയ്യുകയാണെന്ന് കരുതുക. ഔട്ടർ വോളിന്റെ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ലെങ്ത് മൊത്തം എടുത്തിട്ട്, ഓക്കെ, മൊത്തം എടുക്കുക, മൾട്ടിപ്ലൈ ബൈ ഈ വിഡ്ത്ത്, ഇവിടുത്തെ വിഡ്ത്ത് മൾട്ടിപ്ലൈ ബൈ ഹൈറ്റ്. അപ്പൊ ഈ പോർഷൻ വരുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇത്രയും ഭാഗം കൺസിഡർ ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ നടുക്കലത്തെ വോൾ എടുക്കുമ്പോൾ ഈ സെൻട്രൽ നിന്നുള്ള സെൻട്രൽ ലൈൻ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഹാച്ച് ചെയ്ത പോർഷൻ ഇതിനകത്തും വരും, ഇതിനകത്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഒരു വോളിന്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ എന്താ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ഇവിടുത്തെ വിഡ്ത്ത് മൾട്ടിപ്ലൈ ബൈ ഹൈറ്റ്. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഹാച്ച് ചെയ്ത പോർഷൻ രണ്ട് സൈഡിലും 2 തവണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, 2 തവണ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റിയൽ ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഒരു കോമൺ രീതി,
സെൻട്രൽ ലൈൻ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ ചെയ്യുന്ന ഒരു രീതി പറയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് അങ്ങ് എടുക്കും. എന്നിട്ട് ജംഗ്ഷൻസ് എത്ര ഉണ്ടോ, എവിടെയൊക്കെ ജംഗ്ഷൻ വരുന്നുണ്ടോ നോക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ജംഗ്ഷൻ ആണ്. കാര്യം രണ്ട് വോള്, ജംഗ്ഷൻ ഉദ്ദേശിക്കുന്ന രണ്ട് വോള് ജോയിൻ ചെയ്യുന്ന സ്ഥലം. സോ അതേപോലെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. സോ ആ ജംഗ്ഷനിൽ ആ നമ്പർ ഓഫ് ജംഗ്ഷൻസിന്റെ മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ് വിഡ്ത്ത് ഇവിടെ ചെയ്തേക്കുക. അതായത് ഹാഫ് വിഡ്ത്ത് ഇവിടെ കുറച്ചിട്ട് വേണം സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ അത് അത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാര്യം അത്രയും ഭാഗത്തെ ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കണം. കാര്യം ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്തിൽ നിന്ന് ഇത്രയും പോർഷൻ, ഈ ഹാച്ച് ചെയ്തേക്കുന്ന ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് നമ്മൾ കുറയ്ക്കണം. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ പോർഷൻ കൺസിഡർ ചെയ്ത പോലെ ആവും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ടോട്ടൽ സെന്റർ ടു സെൻട്രൽ ലൈൻ ലെങ്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, സെൻട്രൽ ലൈൻ ലെങ്ത് ഇപ്പൊ നോക്കിയേ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 × 10.6. 10.6 എന്താണ്? ഈ ലോങ് വോളിന്റെ ഇവിടുത്തെ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 10.6 പ്ലസ് 3 × 6.3. 6.3 എന്താ? ഇവിടെ ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെയുള്ള നീളമാണ്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. 1, 2, 3. ഓക്കെ, അപ്പം 3 × 6.3, ഇപ്പൊ 40.10 ആണ് സെൻട്രൽ ലൈനിന്റെ ലെങ്ത്. അതവിടെ നിൽക്കട്ടെ. സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത് വെച്ചു, 40.1 ആണ്. ഇനി നമ്മളിപ്പോൾ സപ്പോസ് ആദ്യം ചെയ്യാൻ പോകുന്ന എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി എടുത്തപ്പോൾ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ ലൈൻ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ക്വാണ്ടിറ്റി കിട്ടുമെന്ന്. പക്ഷേ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ പാർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എർത്ത് വർക്ക് എക്സ്കവേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജംഗ്ഷൻസിന്റെ വിഡ്ത്തിന്റെ പകുതി രണ്ട് സൈഡും കുറയ്ക്കണം. രണ്ട് ജംഗ്ഷൻ ഉള്ളത് കൊണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ഏത് പാർട്ടാണോ കൺസിഡർ ചെയ്യുന്ന ആ പാർട്ടിന്റെ വിഡ്ത്തിന്റെ പകുതി കുറയ്ക്കണം. ഓക്കെ, സോ ഇവിടെ 40.1 ആണ് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് ഏതാണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ വിഡ്ത്ത് എത്രയാണ്? 1.1. ആ 1.1 എന്ത് ചെയ്യണം? 1.1ന്റെ പകുതി നമ്മൾ കുറയ്ക്കണം. എത്ര തവണ? 2 തവണ. എന്തുകൊണ്ട്? രണ്ട് ജംഗ്ഷൻ ഉള്ളത് കാരണം 1.1ന്റെ പകുതി 2 പ്രാവശ്യം കുറയ്ക്കുക. ഓക്കെ, ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വിഡ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഈ കിട്ടുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതേപോലെ ഓരോരോ ഐറ്റംസ് ഓഫ് വർക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ടേബിൾ ഫോർമാറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ ഇവിടെ ഫസ്റ്റ് ഐറ്റം എർത്ത് വർക്ക് എക്സ്കവേഷൻ. സോ അവിടെ ലെങ്ത് 39 എന്നാണ് വന്നത്. എങ്ങനെയാണ് 39 വന്നത്? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എത്രയായിരുന്നു? 40.10. അതിൽ നിന്ന് 2 ടൈംസ്, ഈ 2 എന്താണ്? നമ്പർ ഓഫ് ജംഗ്ഷൻസ്, രണ്ട് ജംഗ്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് 2 ടൈംസ് നമ്മൾ ഏത് പാർട്ടാണോ കൺസിഡർ ചെയ്യുന്ന ആ പാർട്ടിന്റെ വിഡ്ത്തിന്റെ പകുതി കുറയ്ക്കുക. പകുതി നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്തിൽ നിന്ന് കുറയ്ക്കുക. അതായത് 40.10 മൈനസ് 2 × 1.1/2. അങ്ങനെയാണ് 39 കിട്ടിയത്. ബ്രെഡ്ത്തും ഹൈറ്റും സെയിം തന്നെ. നമ്മൾ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ബ്രെഡ്ത്ത് 1.1. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. ഇപ്പോൾ 1.1 ആണ് വിഡ്ത്ത്. ഹൈറ്റ് എത്രയാണ്? 1 മീറ്റർ. 1 മീറ്റർ എങ്ങനെ വന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ഇതിലൊന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ വരെയുള്ള ആ ഒരു ഹൈറ്റ് ആണ്. ഓക്കെ, അത് 1.1 ആണ്. 1 മീറ്റർ ആണ് ഹൈറ്റ്, 1.1 മീറ്റർ ആണ് വിഡ്ത്ത്. ഓക്കെ,
സോ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ വരുമ്പോഴോ ഐറ്റം നമ്പർ 2 ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ വരുമ്പോൾ ലെങ്ത് 39 എങ്ങനെയാ വന്നത്? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 40.1 ആണ്. അതിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് എത്രയാണ്? പാർട്ട് ഏതാണ്? ലൈം കോൺക്രീറ്റ്. അതിന്റെ വിഡ്ത്ത് 1.1 ആണ്. ആ വിഡ്ത്തിന്റെ പകുതി. നമ്പർ ഓഫ് ജംഗ്ഷൻസ് 2 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്തിൽ നിന്ന് നമ്പർ ഓഫ് ജംഗ്ഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിന്റെ വിഡ്ത്തിന്റെ പകുതി കുറയ്ക്കുക. ഓക്കെ, അതുകൊണ്ടാണ് 40.10 മൈനസ് 2 ടൈംസ്, അതായത് 2 ജംഗ്ഷൻ ഉള്ളത് 2 ടൈംസ് ഹാഫ് വിഡ്ത്ത് ഓഫ് 1.1 നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിന്റെ വിഡ്ത്ത്. അങ്ങനെയാണ് 39 എന്ന് വന്നത്. അതായത് 40.10 മൈനസ് 2 ഇൻറ്റു 1.1/2. അങ്ങനെയാണ് 39 വന്നത്. വിഡ്ത്ത് സെയിം, ബ്രെഡ്ത്ത് അത് തന്നെ 1.1 ആണ്. ഹൈറ്റ് ഇത്രയും ചെറിയ പോർഷൻ ആയതുകൊണ്ട് ഇത്രയും ഹൈറ്റ്, ചെറിയ പോർഷൻ ആയി ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആ പോർഷനും കൂടി നമ്മൾ എടുത്ത് ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നമ്മൾ ചെയ്തു. ഇനി തേർഡ് ഐറ്റം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൂട്ടിംഗ്, ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്, പ്ലിന്ത്, ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് വന്നപ്പോൾ ഈ പോർഷൻ ആണ്. സോ അത് ഫൂട്ടിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു പല സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഫൂട്ടിങ് ലെങ്ത് 39.3 എങ്ങനെയാ വന്നത്? 39.3 നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 39.3 വന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 40.10 ആണ്. അതിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിന്റെ വിഡ്ത്ത് എത്രയാണ്? 80. 80ന്റെ പകുതി 40. 40 2 പ്രാവശ്യം കുറയ്ക്കുക. അതാണ് 40.10 മൈനസ് 2 ഇൻറ്റു 0.8/2. അങ്ങനെയാണ് 39.3 വന്നത്. സെയിം രീതിക്ക് തന്നെ സെക്കൻഡ് ഫൂട്ടിങ് വരുമ്പോൾ 80ക്ക് പകരം ഇവിടെ 70 ആവും. കാര്യം 70 ആണ് വിഡ്ത്ത്. അതേപോലെ തേർഡ് ഫൂട്ടിങ്, ഫോർത്ത് ഫൂട്ടിങ് ചെയ്യുക. പ്ലിന്ത് വോളും അതേപോലെ തന്നെ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും. ഓക്കെ, ഫോർത്ത് ഐറ്റം ഡാം പ്രൂഫ് കോഴ്സ് വരുമ്പോഴോ, ഡാം പ്രൂഫ് കോഴ്സ് വരുമ്പോൾ 39.7 ആണ് ലെങ്ത് വന്നേക്കുന്നത്. എങ്ങനെയാണ് വന്നത്? 39.7 വന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 40.10 ആണ്. അതിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഡാം പ്രൂഫ് കോഴ്സ്. അതിന്റെ വിഡ്ത്ത് എത്രയാണ്? 0.4. ആ 0.4ന്റെ പകുതി 2 സൈഡ്, 2 പ്രാവശ്യം ഉള്ളത് കൊണ്ട് 2 പ്രാവശ്യം കുറയ്ക്കുക. 40.10 മൈനസ് 2 ടൈംസ് 0.4/2. അങ്ങനെയാണ് 39.7 എന്ന് വന്നത്. വിഡ്ത്ത് എത്രയാണ്? 0.4. ഹൈറ്റ് കൺസിഡർ ചെയ്യേണ്ട, കാര്യം സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് പറയുന്നത്. ഡിഡക്ഷൻ നേരത്തെ പറഞ്ഞ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിലെ സെയിം രീതിക്ക് തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിഡക്ഷൻ നമുക്ക് ഇവിടെ കിട്ടി, ക്വാണ്ടിറ്റിയും കിട്ടി. 15.88 നിന്ന് 0.96 കുറച്ചിട്ടാണ് നമുക്ക് ഈ 14.92 വന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുമ്പോഴോ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുമ്പോൾ അവിടെ 39.8 വന്നു. എങ്ങനെ വന്നു 39.8 ലെങ്ത്? അത് വന്നത് എങ്ങനെയാ വന്നത്? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 40.1. അതിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിന്റെ വിഡ്ത്ത് എത്രയാണ്? 0.3. 0.3യുടെ പകുതി 0.15 2 പ്രാവശ്യം കുറയ്ക്കണം. 2 പ്രാവശ്യം കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? 2 ജംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ്. 2 ജംഗ്ഷൻ എവിടെയൊക്കെയാണ്? ഒരു ജംഗ്ഷൻ ഇവിടെ, മറ്റേ ജംഗ്ഷൻ ഇവിടെ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ജംഗ്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ചിട്ട് നമുക്ക് 39.8 എന്നൊരു വാല്യൂവിലേക്ക് ഇവിടെ വന്നു. ഓക്കെ, അത് മൾട്ടിപ്ലൈഡ് ബൈ വിഡ്ത്ത്. വിഡ്ത്ത് എത്രയാണ്? 0.3. ഹൈറ്റ് എത്രയാണ്? 4.2. 4.2 ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് കിട്ടും. പക്ഷേ ഡിഡക്ഷനും കൂടിയുണ്ട്. ഡിഡക്ഷൻ നേരത്തെ ചെയ്ത ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ അതേ ഡിഡക്ഷൻ തന്നെയാണ്. അപ്പോൾ ഡിഡക്ഷന്റെ ക്വാണ്ടിറ്റി 4.4 എന്ന് വന്നു. അതിനുശേഷം
ടോട്ടൽ 50.15 നിന്ന് 40.4 കുറയ്ക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് നെറ്റ് ക്വാണ്ടിറ്റി കിട്ടി. ഈ രീതിക്കാണ് സെൻട്രൽ ലൈൻ മെത്തേഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, എനിക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ലോങ് ഹോൾ ഷോർട്ട് ഹോൾ മെത്തേഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണെന്ന് തോന്നാം. പക്ഷേ ഒരു ബിഗ്ഗർ പ്ലാൻ, ഒരു വലിയ പ്ലാൻ തന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. ഒരുപാട് ലോങ് വോൾസ്, ഒരുപാട് ഷോർട്ട് വോൾസും ഒക്കെ സെപ്പറേറ്റ് എടുത്ത് ചെയ്യേണ്ടി വരും. സെൻട്രൽ ലൈൻ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, വൺസ് സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കിട്ടിയാൽ വളരെ എളുപ്പം ക്വാണ്ടിറ്റി എടുത്തെടുത്ത് പോവാം. ആ സെൻട്രൽ ലൈൻ ലെങ്ത് നമ്പർ ഓഫ് ജംഗ്ഷൻസിന്റെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ നമുക്ക് പോസിബിൾ ആണ്. നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇനി ജോലി സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പ വഴികളുണ്ട്. നമ്മളിപ്പോൾ തിയറി വൈസ് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. ഓക്കെ, അപ്പം രണ്ട് മെത്തേഡ് നമ്മൾ അത്യാവശ്യം നോക്കി. അപ്പം ഡൗട്ട്സ് നേരത്തെ ഞാൻ ഓൾറെഡി പലതവണയായിട്ട് പറയുന്നതാണ്. എന്തെങ്കിലും സംശയം ഇക്കാര്യത്തിൽ വരികയാണെങ്കിൽ ദയവേത് ചോദിക്കുക. ഓക്കെ, എനി ടൈം നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ വിളിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ യു ക്യാൻ കോൺടാക്ട് മീ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.